ട്രക്കിംഗ് എന്നത് ഒരുതരം ആവേശമാണ്. അത് പ്രൊഫഷണൽ ആക്കിയ പലരെയും നമുക്കറിയാം. എന്നാൽ ഇതിന്റെ പിന്നില് പലതരത്തിലുള്ള പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തില് ശരണ്യ എന്നൊരു പെൺകുട്ടി ട്രക്കിങ്ങിനിടയിൽ കാണാതായത്. 4 ദിവസത്തിന് ശേഷം ശരണ്യ തിരിച്ചു വന്നപ്പോൾ ആഹ്ലാദപൂർവ്വം നമ്മൾ ശരണ്യയെ വരവേറ്റു. 15 അംഗ സംഘത്തോടൊപ്പം കർണാടകയിലെ തടിയന്റെ മോൾ മലനിരകളിലൂടെ ട്രക്കിങ്ങിന് പോയപ്പോൾ കൊടും കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ശരണ്യ വളരെ ധൈര്യപൂർവ്വം 4 ദിവസത്തിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വന്നു. അന്ന് ശരണ്യ 4 ദിവസം അതിജീവിച്ചത് അവളുടെ ഒരു മനോധൈര്യം കൊണ്ട് മാത്രമായിരുന്നു. ഇത്തരത്തിൽ വനത്തിനുള്ളിലെ നിഗൂഢമായ പല കാര്യങ്ങളും പലരെയും പല രീതിയിലാണ് വഴിതെറ്റിക്കുന്നത്. ചിലരതിനെ അമാനുഷിക ശക്തി എന്ന് പറയും, മറ്റു ചിലരതിനെ കോടമഞ്ഞും അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനം എന്നും പറയും. എന്നാൽ ഇതിലൊന്നും പെടാത്ത ചില ആൾക്കാരുണ്ട് കേട്ടോ. അവരിതിനെ മലമുകളിൽ നിന്ന് തോന്നുന്ന വിഭ്രാന്തി എന്ന് പറയും. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു നൂൽപാലത്തിലൂടെ കടക്കുന്നതാണ്. ചിലപ്പോൾ ഒരു വിഭ്രാന്തിയിലൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ പല വഴികളിലൂടെ നമ്മൾ കാട്ടിനുള്ളിൽ അകപ്പെട്ടു പോകും. ശരണ്യ പല കാലങ്ങളായി ട്രക്കിംഗ് നടത്തിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും കാടിനുള്ളിൽ അവൾ വഴിതെറ്റി പോയെങ്കിൽ നിഗൂഢമായ ചില രഹസ്യങ്ങൾ കാട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇനി നമ്മൾ പറയുന്നത് കേരളത്തെ കുറച്ച് ദിവസങ്ങളായി കണ്ണീരിലാഴ്ത്തിയ കഥയാണ്. 2026 ഏപ്രിൽ 7-ാം തീയതി ഒരു 40 അംഗ സംഘം ചിക്കമാംഗ്ലൂരിലെ മാണിക്യധാര വാട്ടർഫോൾസ് കാണാനെത്തി. പാലക്കാട് ഒറ്റപ്പാലത്തെ യാത്രാ സംഘം 3 ദിവസത്തെ വിനോദയാത്രയിൽ 2 ദിവസം ഹംപിയിൽ യാത്ര ചെയ്ത ശേഷമാണ് അവസാന സ്പോട്ടായിട്ടുള്ള ബാബാ ബുദ്ധൻ ഗിരിക്കുന്നിലെ മാണിക്യധാര വെള്ളച്ചാട്ടം കാണാനെത്തിയത്. പല പല കുടുംബങ്ങൾ ചേർന്ന 40 അംഗ സംഘമായിരുന്നു അത്. അവധിക്കാലം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ആ സംഘം അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. കോടമഞ്ഞും നല്ല തണുപ്പും അനേകം ആൾക്കാരും നിറഞ്ഞ ഒരു സ്ഥലമാണ് മാണിക്യധാര വെള്ളച്ചാട്ടം. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ദത്തത്രേയ പീഠം കയറിയ ശേഷമാണ് മാണിക്യധാര വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാൻ അല്പം ഒന്ന് ഇറങ്ങി ചെല്ലണം. ചുറ്റും ചെങ്കുത്തായ ഇറക്കങ്ങളും കൊക്കകളും ഉണ്ട്. കാണുമ്പോൾ അതിമനോഹരമായ ഭൂപ്രദേശമായാൽ പോലും അടുത്തേക്ക് പോകുന്തോറും പതിയിരിക്കുന്നത് ജീവൻ തന്നെ പോകാവുന്ന ചില അപകടങ്ങളാണ്. ഈ കാഴ്ചകളെല്ലാം തന്നെ ആസ്വദിച്ച് റീൽസുകളും ഫോട്ടോകളും വീഡിയോകളും എല്ലാം എടുത്തുകൊണ്ട് ആസ്വദിച്ച് വരികയാണ് പാലക്കാട്ടെ ആ 40 പേരടങ്ങുന്ന യാത്രാ സംഘം. ആ യാത്രാ സംഘങ്ങൾ തന്നെ പല ഗ്രൂപ്പുകളായി നടന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. പുരുഷന്മാർ, സ്ത്രീകൾ, എന്തിന് പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പും കൂട്ടത്തിലുണ്ട്. അച്ഛനമ്മമാർ മുന്നിൽ നടക്കുമ്പോൾ പെൺകുട്ടികൾ ആടിയും പാടിയും റീൽസുകൾ ഷൂട്ട് ചെയ്തും വ്യൂ പോയിന്റിൽ നിന്നും ചിത്രങ്ങൾ എടുത്തും മാക്സിമം ആഘോഷിച്ചാണ് സമയം ചെലവഴിക്കുന്നത്. സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 5:20. കോടമഞ്ഞ് ആ മലകളെ മൂടി തുടങ്ങിയിരിക്കുന്നു. വ്യൂ പോയിന്റിൽ നിന്നും ഫോട്ടോ എടുക്കുന്ന പെൺകുട്ടികളിൽ ഒരാൾ വിളിച്ചു ചോദിച്ചു, അല്ല, നന്ദു എവിടെ? ഫോട്ടോയിൽ അവളില്ല. ചിലപ്പോൾ പാർക്കിങ്ങിലേക്ക് പോയി കാണും. സെക്കൻഡുകൾ കൊണ്ട് താഴെ നിന്ന് ഒരാൾ ചോദിച്ചു, ശ്രീനന്ദ എവിടെ? കുട്ടികൾ പരസ്പരം നോക്കി. ശ്രീനന്ദ എന്ന അവരുടെ നന്ദുവിനെ കാണാനില്ല. ഒറ്റപ്പാലം കടമ്പഴിപ്പുഴ സ്വദേശികളായ രമേശും ഭാര്യ രേവതിയും പേടിച്ചു തുടങ്ങി. യാത്രാ സംഘത്തിലെ 39 പേരും അവിടെ ആ പ്രദേശത്ത് തന്നെയുണ്ട്. അപ്പോൾ നന്ദു എവിടെയാണ്? നേരം ഇരുട്ട് കയറി തുടങ്ങി. പ്രാഥമികമായി ആ സംഘം അവിടെയെല്ലാം അന്വേഷിച്ചു. മകളുടെ പേര് വിളിച്ച് മാതാപിതാക്കളും ആ സംഘത്തിലെ മുഴുവൻ ആൾക്കാരും വനവഴികളിലൂടെ പിന്നെയും നടന്നു. എന്നാൽ നന്ദുവിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഉടൻ തന്നെ ചിക്കമാംഗ്ലൂർ പോലീസിൽ വിവരം അറിയിച്ചു. അവിടുത്തെ പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്രകുമാർ ഉടൻ തന്നെ തന്റെ ടീമുമായി സ്പോട്ടിലെത്തി തിരച്ചിൽ ആരംഭിച്ചു. നേരം പൂർണ്ണമായും ഇരുട്ടി. എന്നാലും തിരച്ചിൽ സംഘം തിരച്ചിൽ നിർത്തിയില്ല. ആധുനിക സംവിധാനമായ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പുലർച്ചെ 4:30 വരെ ഈ സംഘം തിരച്ചിൽ തുടർന്നു. കാടുകൾക്കും കുന്നുകൾക്കുമിടയിൽ ഒരു മനുഷ്യന്റെ പ്രസൻസ് പോലും ആ തെർമൽ ഡ്രോണിന് കണ്ടെത്താനായില്ല. ശ്രീനന്ദയുമായി കൂട്ടുകാർ ഫോട്ടോ എടുത്തിട്ട് വെറും 6 മിനിറ്റിന് ശേഷം അവളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആകെ ദുരൂഹത നിറഞ്ഞു. ഇനി വഴിതെറ്റി താഴേക്ക് വീണതാകണമെങ്കിൽ അവിടെ ആ വ്യൂ പോയിന്റിൽ അച്ഛനും അമ്മയും ഉണ്ട്. അവരുടെ മുന്നിലൂടെ ശ്രീനന്ദ എവിടേക്കും പോയില്ല എന്ന് രക്ഷിതാക്കൾ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ആ പ്രദേശത്ത് നിന്നും ഒരാളും കുട്ടിയെ തട്ടിക്കൊണ്ടു പോയില്ലെന്ന് പോലീസും ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ശ്രീനന്ദ എവിടെ? ഇനി ചന്ദ്രദ്രോണ മലനിരകളുടെ ഉൾദേശത്തുകൂടി വഴിതെറ്റി പോയോ എന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചു. പലതരം വന്യജീവികൾ ഉള്ള സ്ഥലമാണ്. അവരുടെ എങ്ങാനും അടുത്ത് പെട്ട് കാണുമോ? ഇതും പോലീസിന് തോന്നിയ ഒരു സംശയമാണ്. ഏത് വഴിയിൽ പോയാലും നന്ദുവിനെ കണ്ടെത്തുമെന്ന് തന്നെ കർണാടക പോലീസ് ഉറപ്പു നൽകി. ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും അന്വേഷണത്തിൽ ഒപ്പം കൂടി. കൂടാതെ പാലക്കാട് നിന്ന് പ്രത്യേക ഒരു അന്വേഷണ സംഘം തന്നെ കർണാടകയിലേക്ക് എത്തി. ഡോഗ് സ്ക്വാഡ് വന്ന് തിരച്ചിൽ ആരംഭിച്ചു. അത് തിരഞ്ഞ് അവസാനം എത്തിപ്പെട്ടത് ഒരു കടയുടെ മുന്നിലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ശ്രീനന്ദയുടെ വീട്ടുകാർക്ക് വല്ലാത്തൊരു സംശയത്തിനിടയാക്കി. അവർ അപ്പോൾ തന്നെ കടക്കാരനെ സംശയമെന്ന് പോലീസിൽ പരാതി പറഞ്ഞു.
ദിവസങ്ങൾ കഴിഞ്ഞു. ശ്രീനന്ദയെ കാണാതായിട്ട് ഇന്നേക്ക് 4ാമത്തെ ദിവസം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ ശരണ്യെ പോലെ ശ്രീനന്ദ തിരിച്ചു വരുമെന്ന് തന്നെ കുടുംബം വിശ്വസിച്ചു. തന്റെ മകളെയും കൊണ്ട് മാത്രമേ ഇനി പാലക്കാട്ടേക്ക് തിരിച്ചുള്ളൂ എന്ന് ആ മാതാപിതാക്കൾ ശാഠ്യം പിടിച്ചു. അതുകൊണ്ട് തന്നെ ആ 40 സംഘത്തിൽ 15ഓളം ആൾക്കാർ അവിടെ തമ്പടിച്ചു. ബാക്കി കുറച്ചുപേർ തിരിച്ച് പാലക്കാട്ടേക്ക് മടങ്ങി. ഏപ്രിൽ 2026 10-ാം തീയതി, അതായത് ശ്രീനന്ദയെ കാണാതായിട്ട് കൃത്യമായി പറഞ്ഞാൽ 4 ദിവസങ്ങൾ കഴിഞ്ഞു. ഇത്തവണയും അന്വേഷണ സംഘം മലമുകളിൽ നിന്നും കയറ് കെട്ടി താഴെ നിന്നും മുകളിലേക്ക് കയറാൻ ആരംഭിച്ചു. വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. ആ തിരച്ചിലിൽ അവർ കണ്ടത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു. പ്രാഥമിക ഇൻക്വസ്റ്റ് നടത്തി രക്ഷിതാക്കൾ ശരീരം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. എന്നാൽ ശ്രീനന്ദയുടെ കുടുംബം ശക്തമായി പറഞ്ഞു, ഇതൊരു കൊലപാതകമാണ്, ഇത് നോർമൽ ഡെത്ത് അല്ല. ഇത് പറയാൻ അവർക്ക് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. 40 അംഗ സംഘങ്ങൾ വന്ന ഈ വിനോദയാത്രയിൽ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ശ്രീനന്ദയെ കാണാതായി? ഫോട്ടോ എടുക്കാൻ പോകാൻ ശ്രീനന്ദയുടെ കയ്യിൽ ഫോണുമില്ല. ശ്രീനന്ദയെ കാണാതായ സ്ഥലത്ത് നിന്ന് വളരെ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത്. നിരവധി ആളുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തിരച്ചിൽ നടത്തിയിട്ടും എന്തുകൊണ്ട് ശ്രീനന്ദയുടെ ശരീരം കണ്ടെത്തിയില്ല? കൂടാതെ ശ്രീനന്ദയുടെ ശരീരം കിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവര് മുമ്പേ പരിശോധിച്ചതാണ്. അപ്പോഴൊന്നും കാണാത്ത ആ ശരീരം പിന്നീട് 4 ദിവസങ്ങൾക്ക് ശേഷം എങ്ങനെ അവിടെ എത്തി? കൂടാതെ പാർക്കിങ്ങിന്റെ ഓപ്പോസിറ്റ് കൊക്കയിൽ നിന്നും ശ്രീനന്ദയെ കണ്ടെത്തിയത്. ഇത്രയും ആളുകൾക്കിടയിലൂടെ അവിടേക്ക് കൂട്ടം തെറ്റി പോകാനും ഒരാൾ പോലും കാണാതെ താഴേക്ക് വീഴാനും ഒരു ചാൻസ് പോലും ഇല്ലെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ കുട്ടിയെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായ സ്ഥലത്തല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അത് കഴിഞ്ഞൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ ടീമിലെ എല്ലാ ആൾക്കാരും ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ 2 പേരും ഈ കുട്ടിയെ 3 പേര് ഒഴികെ ബാക്കി എല്ലാവരും ആ സമയത്ത് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ആ ഏരിയയിലുണ്ട്. അപ്പോൾ അവരെ ക്രോസ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ ബോഡി അതിൻ്റെ അപ്പുറത്തെ സൈഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അത് സംശയത്തിന് കാരണം ഇതാണ്. കാരണം നമ്മൾ കുട്ടിയെ കാണാതായ ആ ഒരു ഏരിയ ഉണ്ട്, ലാസ്റ്റ് കാണാതായ ഭാഗം. അവിടെ ഞാൻ പറഞ്ഞു 5:20 ഇവരൊരു ഫോട്ടോ എടുത്ത് 5:21 ഈ കുട്ടിയുടെ ഇളയപ്പനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, പാപ്പൻ.